എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ വിജയത്തിനരികെ എത്തിയിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമുള്ള മത്സരം ആയിരുന്നു എങ്കിലും ഇന്ത്യയ്ക്ക് അനായാസം ബംഗ്ലാദേശിനെ മുട്ടുകുത്തിക്കാനായി. രണ്ടാം ഇന്നിംഗ്സിലും മികച്ച ബാറ്റിംഗ് മുന്നേറ്റം നടത്തിയ ഇന്ത്യ 514 എന്ന കൂറ്റൻ സ്കോർ നേടി ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് വിടുകയും വളരെ അനായാസം തന്നെ ഇന്നത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ അവരുടെ 4 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ ടീമിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഇന്നും ബാറ്റിംഗിലും ബൗളിംഗിലും ആധിപത്യം ഇന്ത്യക്ക് തന്നെയായിരുന്നു. ബാറ്റിംഗിലെ ഇന്നത്തെ ഗില്ലിന്റെയും പന്തിന്റെയും പ്രകടനം വളരെ മികച്ചതായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അവർ പതറിയെങ്കിലും വളരെ സൂക്ഷ്മതയോടെയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുവരും കളിച്ചത്. അതുപോലെ ബൗളിംഗിൽ ബുംറയുടെയും അശ്വിന്റെയും പ്രകടനം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. അതുപോലെ ബംഗ്ലാദേശിനെ ഞങ്ങൾ വിചാരിച്ചതിലും എളുപ്പമായി തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നത് ആദ്യ മത്സരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ കൂടുതലും പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകാനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ദുലീപ് ട്രോഫിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിന് തന്നെ ആയിരിക്കും മുൻഗണന. സഞ്ജുവിന്റെ പ്രകടനം എന്നെയും ടീമിനെയും വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ടെസ്റ്റിൽ സഞ്ജു ഇത്ര നന്നായി കളിക്കും എന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ സഞ്ജു ഉൾപ്പെടെയുള്ള പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് തങ്ങളുടെ പദ്ധതി എന്നും രോഹിത് കൂട്ടിച്ചേർത്തു. എന്തായാലും 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആ 2 മത്സരങ്ങളും വിജയിച്ച് ആധികാരികമായി ഈ പരമ്പര നേടാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.